നൂറ, അനക്ക് പിന്നെ സൂറാത്ത് വിളിച്ചിരുന്നടി. സൂറാത്തടക്കേ അന്റെ ബതിൽക്ക് ആരെങ്കിലും പണിക്ക് വരുന്നുണ്ടാ? അറിയില്ല, ഇക്ക് പിന്നെ ആരും വിളിച്ചിട്ടില്ല. ഞാൻ വല്ല കടയിലും കയറിയാലോന്നാണ് കരുതുന്നത്. ഇതിപ്പോ അടുത്ത മാസേ വീടിന്റെ വാടക കൊടുക്കാനായില്ലേ. ഇതിപ്പേ എന്തിനു വേണ്ടിയിട്ടാണാവാ ഇന്ന ഇവിടെ ഇങ്ങനെ പിടിച്ച് നിർത്തിയിരിക്കണത്. റിനുവിന്റെ കോളേജിലത്തെ ഫീസാന്നുണ്ടെങ്കിലേ അടക്കാനായി. ഓള് പഠിക്കാൻ പോണില്ല എന്ന് പറഞ്ഞിട്ടും ഇന്റെ ഒരു വാശിക്കാണ് ഞാൻ ഓളെ പഠിക്കാൻ വിട്ടത്. ഞാൻ നോക്കിക്കോളാന്ന് പറഞ്ഞിട്ട്. ഇതിപ്പോ കയ്യിലാണെങ്കിൽ അഞ്ചിന്റെ പൈസ ഇല്ല. ഉണ്ടായിരുന്ന പൈസക്കല്ലേ നമ്മള് സ്ഥലം മേടിച്ചത്. കൊക്കപ്പാടെ ഭ്രാന്ത് കേറുന്നുണ്ട്. ഇവര് തീ പറഞ്ഞ മാതിരിക്കേ എന്താണാവലെ കളിക്കണ്. അവരാണെങ്കിൽ കല്യാണം വേണമെന്ന് പറഞ്ഞും ചെയ്ത് ഇപ്പൊ ഒരാഴ്ച ആവാറായി. ഇതുവരെ അവരൊന്നും പറയണില്ല. എന്താ ഇത് കഥ? ഞാൻ ഉമ്മാനോട് അപ്പോഴും പറഞ്ഞതാണ് ഈ കല്യാണം ഒന്നും വേണ്ടാന്നുള്ളത്. അത് ഇവിടെ അടുത്തേക്ക് ഇപ്പൊ ജോലിക്കും പോകാൻ പറ്റണില്ല. സൂറാത്താണ് ഞാൻ അങ്ങോട്ട് ചെല്ലണ്ടെന്നും പറഞ്ഞ്. എന്നാ വേറെ ഷോപ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇമ്മ വിടണില്ല. ഒക്കെപ്പാടെ എനിക്ക് ദേഷ്യം കേറുന്നുണ്ട്. എനിക്ക് സത്യം പറയാലോ മുട്ടിയ, എനിക്ക് കല്യാണത്തിനോട് തന്നെ തീരെ താല്പര്യമില്ല. അത് ഈ ബന്ധമായിട്ടല്ല, ഒരു ബന്ധത്തിനോടും താല്പര്യമില്ല. ഇത് ഉമ്മ ഇവിടെ ഒറ്റക്കാവും ചെയ്യും, റീനു ഒറ്റക്കാവും. ഞാൻ ഇല്ലാതെ അവരെങ്ങനെയാണ്? അങ്ങനെ ഉമ്മാന്റെ കുട്ടിയെ കല്യാണം വേണ്ടാന്ന് വെക്കണ്ട. സൂറാത്തൊക്കെ വിളിച്ചിന്ന് ഇപ്പൊ നേരം വെച്ചിട്ടുള്ളൂ. കൊറേ നേരം സംസാരിച്ച്. എന്തിനാ അമ്മ വിളിച്ചത്? അവര് ഇവളെ പെണ്ണ് കാണാനായിട്ട് വരുന്നുണ്ടാ? ഇല്ല, ഒരു വരണൊന്നുമില്ല. പക്ഷെ ഓരിക്കേ അടുത്ത ആഴ്ച കല്യാണം വേണമെന്നാ പറയണത്. അടുത്ത ആഴ്ച? ഇമ്മ അടുത്ത ആഴ്ച എന്നൊക്കെ പറയുമ്പോളേ ഇവിടെ പഠിത്തിയില്ലേ. ഞാൻ ആകെ 4 ദിവസം കൂടി ഉള്ളല്ല. ഇവരിതെന്തെങ്ങനെ പെട്ടെന്ന്? അടുത്ത് ഞാൻ ഓരോട് ചോദിച്ച് അടുത്ത ആഴ്ച എന്നൊക്കെ പറയുമ്പോത്തിനെ ഇവിടെ അടുത്തില്ലേ എന്നുള്ളത്. ഓരെന്താ പറഞ്ഞതെന്ന് അറിയാം. ഈ പെണ്ണ് കാണലും മുട്ടായി കൊടുക്കലും അങ്ങനത്തെ ചടങ്ങൊന്നും വേണ്ട, ഇവളെ പോര് കണ്ടതല്ലേ എന്നാ പറഞ്ഞത്. ദിവസം പോര് കണ്ടീനല്ലേ എന്നാ പറഞ്ഞത്. പിന്നെ ഇപ്പൊ അങ്ങനത്തെ ഒരു ചടങ്ങ് വേണ്ടാന്നേ ഓരോ മോന് ഷാഹിദും പറഞ്ഞാലാ. ഇപ്പൊ എന്താ കാട്ടല്? ഇമ്മ ഇത്ര പെട്ടെന്നൊക്കെ പറയുമ്പോളേ ഒരു കല്യാണല്ലേ നടക്കണത്, ചെറിയ പരിപാടി ഒന്നല്ലല്ലോ. കല്യാണത്തിന് എന്തൊക്കെ വേണോ നമ്മളെല്ലാരോടും പറയണ്ടേ? നമ്മളെ വീട്ടിൽ നടക്കണ പെൺകുട്ടിന്റെ ആദ്യത്തെ കല്യാണല്ലേ. ഒരാളോട് പറഞ്ഞ ഒരാളോട് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അതും ഉമ്മാക്കനല്ലേ പരാതി. ഇതിപ്പോ എല്ലാരോടും ഈ ഒരാഴ്ചന്റെ ഉള്ളിൽ എങ്ങനെയമ്മ വിളിച്ചറിയല്? ഓരിപ്പോ അങ്ങനൊക്കെ പറയുമ്പോളേ നമുക്കൊന്നും പറയാൻ പറ്റൂലല്ലോ. ഓരോ പെരേക്കല്ലേ ഈ കുട്ടി പോണത്. ഇപ്പൊ നമ്മളെന്തെങ്കിലും വാശി പിടിച്ചിട്ട് കുറച്ചും കൂടി നീട്ടി തരണ കല്യാണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ അത് പിന്നെ ഒരു വെറുപ്പിക്കലിന് ഇടായിട്ടുണ്ടെങ്കിലോ, പിന്നെ എന്റെ കുട്ടിക്കവിടെ നിൽക്കാൻ ഒരു സമാധാനം ഇല്ലെങ്കിലോ, ഇപ്പൊ എത്ര നല്ലവരാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലോ നമ്മളെ വാക്കുമെന്ന് ഒരു പേ വന്നിട്ടുണ്ടെങ്കിലേ പിന്നെ അത് മതിയാവും. പിന്നെ അതുമല്ലമ്മ, ഡ്രസ്സും ഓർണമെന്റ്സും എന്തെല്ലാം വേണം. ഒരു പെണ്ണിനവിടെ ഇറക്കി കൊണ്ടുപോവല്ലേ, സാധാരണത്തെ പോലെ അവിടെ ഇറക്കി കൊണ്ടുപോകാൻ പറ്റൂലല്ലേ. ഇതൊക്കെ നമ്മള് ഈ ഒരാഴ്ചന്റെ ഉള്ളിൽ എങ്ങനെ സംഘടിപ്പിക്കാനാണ്? അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും പോയി ഞാൻ സൂറാത്താനോട് സംസാരിച്ചപ്പോളേ സൂറാത്ത് എന്താ എന്നോട് പറഞ്ഞതെന്ന് അറിയാം. നിങ്ങൾ ഒരു കാര്യം കൊണ്ടും ബേജാറാവണ്ട, ഇന്ന് എല്ലാ സാധനം കൊണ്ടും വൈകുന്നേരം വരാന്നുള്ളത്. ഇവൾക്കുള്ള ഡ്രസ്സും പണ്ടും എല്ലാം അവര് കൊടുന്നു തരാന്നാ പറഞ്ഞത്. ഇതിപ്പോ നമ്മൾ എന്ത് പറയാനാണ്? എന്തായാലും ഇതൊന്നും ഇങ്ങോട്ട് വന്നാ നമുക്ക് കല്യാണം വിളിച്ച് പറയാനുള്ളവരോടെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കുക. അതിനെ മട്ടം പോലെ ഒന്നും അറിയില്ല. ജിണ്ടു വായോ. എന്താ വരണേ? ഇമ്മാക്കേ ഇതൊക്കെ പാടെ കേട്ടപ്പോളേ കയ്യും കാലും വറക്കണ്. അടുത്ത ആഴ്ച എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോ ഇജ്ജ് പറഞ്ഞ മാതിരി 4 ദിവസം ഉള്ളല്ലോ. ഇന്ന് 4 ദിവസം കൂടി ഉള്ളല്ലോ. ഇവളിപ്പോ നമ്മളെ പെരയിലുണ്ടാവല്. സൂറാത്ത് അങ്ങനൊക്കെ പറഞ്ഞപ്പോളേ നെഞ്ഞത്ത് കൂടെ ഒരു കാളല്. പെട്ടെന്നായല്ലതെന്നൊരു തോന്നല്. ഇജ്ജ് വായോ, ആ ലിസ്റ്റ് ഒന്ന് എഴുതി കാട്ട്. എന്നാ അതിനനുസരിച്ച് നമുക്ക് ഓരോരുത്തർക്ക് വിളിച്ച് പറയാം. ഇനിയിപ്പോ ചെന്ന് പറയാനൊന്നും നേരം ഉണ്ടാവൂല. പിന്നെ നൂറ, ഉമ്മാന്റെ കുട്ടീന്റെ ഫോണൊക്കെ സൂറാത്താന്റെ മോൻ വിളിക്കുമെന്ന് പറഞ്ഞിന്ന്. സൂറാത്ത വിളിച്ചപ്പോൾ എന്നോട് എന്തൊക്കെ അവനക്ക് സംസാരിക്കാണ്ടാലോ. അതെന്തിനമ്മ? എന്തിനാണ് ഈ കെട്ടാൻ പോണ ചെക്കനെ പെണ്ണിന് വിളിക്കല് സർവ്വസാധാരണ? അതിന് തന്നെയാണ് ഓളൊരു ചോദ്യം. ചെല്ലെങ്കിലും വേജാറടിച്ച് നിൽക്കുക. ഇപ്പോഴാണ് ഓളോരോ കുന്ത്രാട്ടത്തിലെ ചോദ്യം കൊണ്ട് വന്നിക്കണ്. എന്റെ കുട്ടി ഫോൺ അവിടെ ഇവിടെ ഒന്നും വെക്കാൻ നിൽക്കണ്ട. ഓൻ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഫോൺ എടുക്കാൻ നോക്ക്. ഇപ്പൊ നമ്മളായിട്ട് ഒരു വെറുപ്പും ഇതൊന്നും വെക്കാൻ നിൽക്കണ്ട. ഇമ്മൂട്ടിയ, ഇതെന്താടി ഇത്ര പെട്ടെന്ന്? കല്യാണം ഒന്നും വേണ്ടടേ. ഞാനും കരുതി 1-2 മാസമൊക്കെ ഉണ്ടാവുന്നു. ഇത് അടുത്ത ആഴ്ച എന്ന് പറയുമ്പോൾ ഇതിവിടെ ആയില്ലേ. ഇക്ക് വേണ്ട കല്യാണം ഒന്നും. ഒന്ന് പോടി.
ഞമ്മളൊന്നും അറിയണ്ടെന്നല്ലേ ഒരു പറഞ്ഞത്. പിന്നെ ഇപ്പൊ എന്താ എനക്ക് പ്രശ്നം? ഈ അവൻ വിളിക്കുമ്പോ ഫോൺ എടുക്കാൻ നോക്ക്. ഈ വാ. ഹലോ ഉമ്മ, ഇത് ഞാനാണ്. ഓ അത് നൂറല്ല, ഇത് ഉമ്മൂട്ടിയാണ്. നിങ്ങൾ പ്രസവിച്ച മോളാണ്. എന്റെ ഫോൺ അവിടെ കുത്തി വെച്ചിക്കണ്. ഓ നമ്പർ മാറിയപ്പോഴേ നൂറ് എന്ന് കരുതിണ്ടാവൂലേ? എന്താ പറച്ചില്. ആ പറി മോളെ, നൂറ മോളേന്ന് ഇന്ന വരെയായിട്ട് നിങ്ങൾ ഇന്ന മോളേന്ന് വിളിച്ചിക്കണ. നല്ല സാധനാട്ടോ മങ്ങള്. ഞാൻ തല്ലുണ്ടാക്കി ഞാൻ വിളിച്ചതല്ല. ഞാനേ നൂറന്റെ കല്യാണേ അടുത്ത ആഴ്ച ഉണ്ടാവും. ഉമ്മ വിളിക്കാരങ്ങൾക്ക്. അവരിപ്പോ വിളിച്ചിട്ട് പറഞ്ഞാലും ഉമ്മാനോട് പെട്ടെന്ന് വേണമെന്നുള്ളത്. എനിക്കറിയില്ല എന്താന്നുള്ളത്. ഇതൊക്കെ പൊതുമാതിരിയാണ്. പെണ്ണ് കാണാൻ വന്നിട്ടില്ല, ചെക്കന് ഇഷ്ടമാണ് എന്ന് പറഞ്ഞ് ഇപ്പൊ പണ്ടും ഡ്രസ്സൊക്കെ ഓരോന്ന് വൈകുന്നേരമായിട്ട് കൊടുന്നേരാന്ന് പറഞ്ഞാലാ. അല്ലെങ്കിൽ ഇവിടുത്തെ അല്ലെങ്കിൽ പൊതുമാതിരിയല്ലേ? എനിക്കല്ല സംശയമുണ്ട് ചെക്കനും പെണ്ണും ആദ്യം തന്നെ പ്രേമുണ്ട് എന്നുള്ളത്. ഞാൻ തുടത്തിയതല്ല, എന്റെ സംശയങ്ങളല്ലേ ഞാൻ പറഞ്ഞത്. അല്ലെങ്കിൽ ഇങ്ങനൊക്കെ ഉണ്ടാവുക. അവളാണെന്നുണ്ടെങ്കിൽ ആ ചെക്കനെ നല്ലപോലെ കണ്ടിട്ടില്ലാല. അവള് പണിക്ക് പോണ ടൈമിലൊന്നും അവനെ കണ്ടിട്ടില്ല. ബിസിനസ് എന്ന് പറഞ്ഞാൽ അവൻ പുറത്താവും പറഞ്ഞു. പിന്നെ ആ ചെക്കനക്കാണെങ്കിൽ ഇപ്പോൾ എന്ന് മുതൽ ഇഷ്ടം തുടങ്ങിയത് എനിക്കറിയില്ല. ഇത് എന്താണ് വരാം ഈ ടെക്നിക്ക് എന്നുള്ളത്. ഞാൻ പ്രശ്നം ഉണ്ടാക്കണമെന്ന് നോക്കി നടന്നോളൂ. എനിക്ക് ഇതാണല്ലോ പണി, പ്രശ്നം ഉണ്ടാക്കല്. ഞാൻ പ്രശ്നമൊന്നും ഉണ്ടാക്കണില്ല. പക്ഷെ ഞാനേ പറയാനുള്ള കാര്യങ്ങളൊക്കെ മുഖത്ത് നോക്കി പറയും. കുഞ്ഞുവാക്ക നാളെ രാവിലെ എത്തും. അമ്മ പറഞ്ഞു കൊണ്ടുവരാൻ പോകണ്ടെന്നുള്ളത്. ഓങ്ങോട്ട് തന്നെയല്ലേ വരണേന്ന് പറഞ്ഞു. ഇപ്പൊ കല്യാണത്തിന് തിരക്കും കാര്യങ്ങളൊക്കെ അല്ലേ എന്നൊക്കെ പറഞ്ഞ്. എല്ലാം ഇവിടെ വെച്ചിട്ട് തന്നെ ആവും, ഓഡിറ്റോറിയത്തിലാവൂല. ഓഡിറ്റോറിയത്തിന് ആര് പൈസ കൊടുക്കാനാണ്? കുഞ്ഞുങ്ങാക്കാൻ്റെ അടുത്ത് പൈസ ഒന്നും ഇല്ല. ഓളെ കാര്യങ്ങൾ മാത്രമേ അവര് നോക്കുള്ളൂ. എല്ലാ കല്യാണം നടത്തുന്ന ഫുള്ള് ചെലവൊന്നും നോക്കൊന്നുമില്ല. ഓഡിറ്റോറിയം തന്നെ അമ്മ പറയുന്നുണ്ട് കുറച്ച് ആൾക്കാരോട് വിളിച്ച് പറഞ്ഞാൽ മതി എന്നുള്ളത്. നിങ്ങൾ എന്ത് കൊടുക്കണോൾക്ക്? ഇങ്ങൾക്ക് പണ്ടം തരാണ്ടായിട്ടില്ല. എന്നിട്ട് ഓൾക്ക് നിങ്ങൾക്ക് മോതിരം വാങ്ങാനുള്ള പൈസ ഉണ്ടില്ല. അത് ഈ പണ്ടം വില കൂടിയ സമയത്ത് നിങ്ങൾക്ക് വേറെ പണിയൊന്നും ഇല്ലമ്മ. പണ്ടം കൊടുക്കണോ? ഒന്നും കൊടുക്കണ്ട. നിങ്ങൾ കല്യാണത്തിന്റെ തലേന്ന് ഇങ്ങോട്ട് വന്നാ മതി, അല്ലെ കല്യാണത്തിന്റെ അന്ന് വന്നാ മതി. ഞാൻ എന്നാ വെക്കാണ്. ഞാൻ അത് പറയാനായിട്ട് വിളിച്ചതാണ്. നിങ്ങൾക്ക് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ അവിടെ? എന്നാ ശരി. എന്താ എൻ്റെ മന പറച്ചില്? അവൾക്ക് എന്തെങ്കിലും വാങ്ങി കൊടുക്കണ്ടേന്ന്. ഇവിടെ മനുഷ്യൻ ഇവിടെ കാതിൽ കമലില്ലാതെ നടക്കുന്നത് എന്താണ്? ഗ്യാരണ്ടി ആയിട്ട് നിറം പോയിട്ടാണ്. അത് ഉമ്മ കാണിച്ചിട്ടാണ് എടുക്കാം മോതിരം വാങ്ങി കൊടുക്കാന്ന്. ഇമ്മെന്താ ഇങ്ങനെ? എന്നോടൊരു തരി സ്നേഹമില്ല. ഈ ഇങ്ങനെ സങ്കടപ്പെടല്ലേ? ഈ എന്തിനാണ് ഇങ്ങനെ സങ്കടപ്പെടുന്നത്? അന്നിവിടെ അടുത്തേക്കല്ലേ കല്യാണം കഴിച്ച് കൊണ്ടുപോണത്. അന്റെ സങ്കടം കണ്ട വിചാരിക്കും അന്നെ ഉഗാണ്ടേക്കാണ് കെട്ടിക്കൊണ്ടുപോകണെന്നുള്ളത്. എപ്പൊ തുറത്തിയതാണിത്? അത് അറിഞ്ഞപ്പോ മുതൽ തുറത്തിയതാണ് ഈ സങ്കടപ്പെടല്. കരയല്ലെത്താ. ഇതാക്ക് എപ്പോ വേണമെങ്കിലും ഇങ്ങോട്ട് വരാലോ. ദിവസം ഇവിടെ അങ്ങോട്ടും കൊണ്ട് ജോലിക്ക് പോയിന്ന ആളല്ലേ. ഇവിടെ അടുത്ത് തന്നെ അല്ലേ. ദൂരം വഴിയൊക്കെ ആണെന്നുണ്ടെങ്കിലാണ് ഇങ്ങനെ സങ്കടപ്പെടുന്നതിൽ കാര്യമുള്ളൂ. ഇതെന്തിനാ ഇങ്ങനെ സങ്കടപ്പെടുന്നത്? റീനു, എനിക്ക് സങ്കടമില്ല. ഞാൻ പോണേല് പറ്റൂലടി. എനിക്ക് കല്യാണം ഒന്നും വേണ്ടത്താ. ഇത്ത കല്യാണം ഒന്നും കഴിക്കണ്ട. ഇത്തേ കാലാകാലേ ഇന്നിയും ഇമ്മാനിയും ഈ പേരൊക്കെ നോക്കിയിട്ടേ ഇങ്ങനെ നടന്നോ? അല്ലെങ്കിലേ ഇത്ത വല്ല സന്യാസിയായിട്ട് ജീവിച്ചോ. ഇമ്മാന്റെ കണ്ണ് നിറയണതേ ഇഷ്ടമല്ലാത്ത ആളല്ലെത്താ. എപ്പോഴും പറയും ഉമ്മാന്റെ കണ്ണ് നിറയാൻ പാടില്ല, ഉമ്മാന്റെ കണ്ണ് നിറയിക്കാൻ പാടില്ല എന്നുള്ളത്. ഉമ്മാനെ കണ്ണീര് കുടിപ്പിക്കരുത് എന്ന് അങ്ങനെ പറഞ്ഞ് നടക്കണ ആളാണ് ഇപ്പത്. ഇത്ത കല്യാണം കഴിച്ചില്ലെങ്കിലേ ഇമ്മാന്റെ കണ്ണ് തീരെ നിറയൂല. ഇമ്മാക്ക് ഒരു സങ്കടം ഉണ്ടാവൂല. ഉമ്മാക്ക് സന്തോഷാണല്ലോ ഈ വീട്ടിലുണ്ടാവല്. ഈ വേണ്ടാത്തൊന്നും ചിന്തിക്കണ്ടെത്താ. എന്തിനാണ് ഇങ്ങനെ വേണ്ടാത്തൊക്കെ ചിന്തിക്കണത്? ഈ പോയിട്ടുണ്ടെങ്കിൽ ഞമ്മളമ്മാനെ ഈ പാച്ചുന്റെ റീനു നോക്കും, പൊന്നു പോലെ നോക്കും ഞാൻ ഉമ്മാനെ. മോളെ, ഞാൻ സുഖയ്യാതിരുന്നപ്പോള് എന്നെ വിളിച്ചിരുന്ന പേരല്ലത് പാച്ചു എന്നുള്ളത്. എന്നോട് മൂട്ടി പറയേ അവിടെ കാട്ടിക്കൂട്ടിന്ന ഓരോ സംഭവങ്ങളും അവള് പറയും. പക്ഷെ ഈ പാച്ചു എന്നുള്ള പേര് കേട്ടപ്പോളേ ഞാൻ ആകെ അന്തം വിട്ട്. ഞാൻ എങ്ങനെ ഇതെന്നെ വിളിച്ചെന്ന് ആലോചിച്ചിട്ട് ചെറുപ്പം മുതലോ അല്ലെ ഓർമ്മ വെച്ച മുതലോ ഒരു ടൈമിലും എൻ്റെ തൊള്ളേന്ന് ഇങ്ങനെ ഒരു പേര് വന്നിട്ടില്ല. പക്ഷെ ഓർമ്മയില്ലാത്ത ടൈമില്, ബുദ്ധി നഷ്ടപ്പെട്ട ടൈമില് ഇക്ക് എവിടുന്നോ അറിയില്ല പാച്ചൊന്ന് വന്നത്. അതെന്തായാലും പാച്ചൊന്ന് വിളിച്ചിട്ടായിരുന്നാല ഞാൻ എൻ്റെ പിന്നാലെ നടന്നിരുന്നത്. ഈ അതിനനുസരിച്ച് കാണ്ട് എന്നോട് പെരുമാറുള്ളായിരുന്നാല
ഇവിടെ ദേഷ്യം പിടിക്കുമ്പോ പറഞ്ഞതാണ് ഇതൊക്കെ. സത്യം പറഞ്ഞാല് കന്നോട് ദേഷ്യം വെറുപ്പായിരുന്നു കന്നോട്. പക്ഷെ ഒരു ഇമ്മാനെ പോലെ കൂടെ നിർത്തി എന്നെ ജീവിതത്തേക്ക് കൊടുന്നത് ഇയാണെന്നൊക്കെ അറിഞ്ഞപ്പോഴേ ഞാൻ ഷോക്കായിപ്പോയി. ഞാൻ കരുതിയത് എന്താണെന്നറിയാം, കുഞ്ഞോനാണ് എന്നെ ചികിത്സിച്ച് നോക്കിയതെന്ന്. പക്ഷെ കുഞ്ഞോനെ തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നുള്ളത് ഇമ്മ പറഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. പക്ഷെ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ ഞാൻ ആരെ കെട്ടി പിടിച്ചിട്ടാ ഉറങ്ങുക? ഈ പെറ്റുമേല് ഈ റൂമിൽ ഞാൻ ഒറ്റക്കാവൂലേ? ഇമ്മയാണെങ്കിൽ എപ്പോഴും ഡൈനിങ് ഹാളിലൊക്കെ എടുക്കുക. ഞാൻ പഠിക്കാതിരിക്കുമ്പോളേ എന്നെ ആരെ ചീത്ത പറയാന്ന് ആലോചിക്കുമ്പോളേ അതൊക്കെ ആലോചിക്കുമ്പോ ഒരു സങ്കടമുണ്ട്. എപ്പോഴും ദേഷ്യപ്പെടുന്ന അന്നല്ലേ ഞാൻ കണ്ടിട്ടുള്ളൂ. പക്ഷെ അതൊരു സന്തോഷമായിരുന്നു. ഇതിപ്പോ 4 ദിവസം കൂടെ ഉള്ളൂന്ന് പറയുമ്പോളേ ഒരു സങ്കടം. നല്ല ആളാണ്, എന്റെ ടെൻഷൻ മാറ്റാൻ വന്ന ആളാണ് ഈ ഇരുന്ന് കരയണത്. എന്റെ 2ാം ജന്മമാണിത്. ഈ 2ാം ജന്മത്തില് ഞാൻ ഏറ്റവും ഭാഗ്യവതിയായിട്ട് ജീവിക്കണ എന്താണെന്നറിയാം. അങ്ങനത്തെ നല്ലൊരു താൻ്റെ അനിയത്തിയായിട്ട് ജനിച്ചത്. ഞാൻ ഇവിടുന്ന് എല്ലാരും നിക്കരിച്ച് ഇറങ്ങിപ്പോയപ്പോ അങ്ങനത്തെ ഒരവസ്ഥയിലും എന്നെ ഇങ്ങോട്ട് കൊടുന്നില്ല. സമനില തെറ്റിയപ്പോ എന്നെ ചികിത്സിച്ചില്ല. ഇതിലും വലിയൊരു ഭാഗ്യം ഏത് പെണ്ണിനാ കിട്ടല്, ഏത് അനിയത്തിക്കാ കിട്ടല്? ഇങ്ങനത്തെ ഒരു താന്. നാളെ കുഞ്ഞുകാക്ക രാവിലെ എത്തൂലേ? ഇമ്മ പറഞ്ഞ് ആരും കൊണ്ടുവരാൻ പോണ്ട, ഇക്ക അങ്ങോട്ട് വന്നോളൂ എന്നുള്ളത്. ഇക്കേ സന്തോഷമുള്ളൂ ഈ കല്യാണം കഴിച്ച് പോണേല്. എപ്പോഴും ഉമ്മ ആലോചിച്ച് കരയണ കാണാം, എൻ്റെ കുട്ടിക്കൊരു ജീവിതം ഉണ്ടാവില്ല വെച്ചിട്ട്. ഇക്ക അതല്ല സങ്കടം. അന്നെ കല്യാണം കഴിച്ച് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ഞാനും ഇങ്ങോട്ട് ഒറ്റക്കാവില്ല എന്നുള്ളൊരു സങ്കടം ആലോചിക്കുമ്പോളേ എന്തോ പോലെ. അതാ ബഷീറാത്താൻ്റെ മോനാ തോന്നുന്നു. അല്ലാതെ ഇപ്പം എനിക്ക് അറിയി നേരത്തെ വിളിക്കണ നമ്പറാണെല്ലാം എടുത്തോക്ക്. ഞാൻ പുറത്തുണ്ടാവും. ഈ സംസാരിക്ക്, ഇത്ത കണ്ണീരൊക്കെ ഒന്ന് തുടക്ക്, ഒന്ന് ഉഷാറായി സംസാരിക്ക്. വീഡിയോ കോളല്ലല്ല, സാധാ കോളല്ലേ. കരഞ്ഞത് അറിയണ്ട. ഞാൻ അവിടെ പുറത്തുണ്ടിട്ടാ സംസാരിക്ക്, നല്ലപോലെ തന്നെ സംസാരിക്ക്. ഹലോ. ഹലോ, ഇത് ഞാനാണ്, ഷാഹിദാണ്. മനസ്സിലായി. എന്തൊക്കെയുണ്ടോ എന്റെ വിശേഷം? ഓർമ്മ ഉണ്ടോ? 10ാം ക്ലാസ്സിൽ നിന്നാണ് നമ്മൾ കണ്ടത്. ആ, ചെറുതായിട്ട് ഓർമ്മ ഉണ്ട്. ഞാൻ വിശേഷം എന്താന്ന് ചോദിച്ചതിന് മറുപടി ഒന്നും തന്നില്ല. എന്ത് വിശേഷം? നല്ല വിശേഷം തന്നെ, സുഖാണ്. എന്താ തന്റെ വിശേഷം? എന്റെ ഇപ്പോഴത്തെ വിശേഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് കല്യാണാണ് അടുത്ത ആഴ്ച. അതാണ് ഇപ്പോൾ ഉള്ള പ്രധാന വിശേഷം. എന്താ, ഞാൻ കെട്ടാൻ പോകുന്ന പെണ്ണിനോട് എന്നെ ഇഷ്ടമാണോന്ന് ഇന്ന് ചോദിക്കണം. എന്താ? എന്നെ ഈ ജന്മം മുഴുവൻ, എന്റെ മരണം വരെ എന്റെ കുഞ്ഞുങ്ങളെ ഉമ്മ ആവാന് സമ്മതാണോ നൂറാണ്? എനിക്ക് ഞാൻ വെക്കാണ് ഫോണ്. മറുപടി പറ, എന്നിട്ട് വെച്ചോ. അടുത്ത ആഴ്ച നമ്മളെ കല്യാണമാണ്. ഒന്നുമില്ലാത്ത എന്നെ സ്വീകരിക്കാനുള്ളൊരു മനസ്സ് തനിക്ക് ഉണ്ടായില്ലേ? അത് മതി. ഞാൻ ചോദിച്ചതിന് മറുപടി പറഞ്ഞില്ല. എന്തെന്നാ തന്നോട് പറയേണ്ടത്? എനിക്ക് തന്നെ ഇഷ്ടമല്ലെങ്കിൽ ഞാൻ ഈ കല്യാണത്തിന് സമ്മതിക്കോ? ഇഷ്ടമാണ് എന്നെ. ഞാൻ വെക്കട്ടെ ഫോണ്. മതി, ഇത് മതി, ഇനി വെച്ചോ. ഞാൻ കുറച്ച് കഴിഞ്ഞ് വിളിക്കട്ടോ. ഓക്കെ. ആ, ഓക്കെ.